വയനാട്ടിൽ പഞ്ചാരക്കൊല്ലിയിൽ രാധയെ കടുവ ആക്രമിച്ചു കൊന്നു. രാധ കാടുകയറാൻ പോയതല്ല, പുരയിടത്തിൽ കാപ്പിക്കുരി പറിക്കുകയായിരുന്നു. ഇങ്ങനെ എത്ര പേരാണ് ഈ സമീപകാലത്ത് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്? ഊഹക്കണക്കുകളൊന്നുമില്ലാതെ ആ കൃത്യമായ കണക്ക് ഇതാ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ്. 979 മനുഷ്യരാണ് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. 8728 മനുഷ്യർക്കാണ് പരിക്കേറ്റത്. 4824 കാലികൾ കൊല്ലപ്പെട്ടു. കൃഷിയും വീടും കടകളും ആക്രമിക്കപ്പെട്ടത് 50,000 തവണ. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 98 ലക്ഷം കോടി രൂപയുടെ നഷ്ടപരിഹാരം മാത്രമായി നൽകി. അതിന്റെ 1/3 33 കോടി രൂപ മാത്രമാണ് വന്യജീവി ആക്രമണം തടയാനുള്ള പ്രവർത്തികൾക്കായി മുടക്കിയിട്ടുള്ളത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കടുവകൾ കാടിറങ്ങുമ്പോൾ മനുഷ്യന് കാവൽ നിൽക്കേണ്ടതാര്? വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് 2016-ലും 2018-ലുമാണ്. 2016-ൽ 145 പേരും 2018-ൽ 146 പേരും. ഇങ്ങനെ ഓരോ വർഷത്തെയും മരണത്തിന്റെ ആ എണ്ണം ഞെട്ടിക്കുന്നതും അലോസരപ്പെടുത്തുന്നതുമാണ്. 2017-ൽ 119, 2019-ൽ 92, 2020-ൽ 88, 2021-ൽ 114, 2022-ൽ 98, 2023-ൽ 94 എന്നിങ്ങനെ ഈ വർഷം ഇതുവരെ 84 പേരും. വന്യജീവി ആക്രമണം ഒരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല എന്നതിലപ്പുറം ഒരു തെളിവ് ആവശ്യമേയില്ല. കഴിഞ്ഞ വർഷം പറഞ്ഞത് കനത്ത ചൂട് മൂലം കാട്ടിൽ വെള്ളമില്ലാതായി, അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി എന്നൊക്കെയാണ്. 2016 മുതലുള്ള ഈ കണക്കുകൾ എടുത്താൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. വന്യജീവി ആക്രമണത്തിന് വേനലുമായോ അല്ലെങ്കിൽ ജലക്ഷാമവുമായോ നേരിട്ട് ബന്ധമില്ല എന്ന്. കനത്ത മഴ പെയ്ത് എമ്പാടും വെള്ളമുണ്ടായിരുന്ന 2018-ലും 92 മനുഷ്യർ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഈ കണക്കിൽ അവസാനമുണ്ടായ മരണങ്ങളെല്ലാം തന്നെ നോക്കാം. കോതമംഗലത്ത് പുരയിടത്തിലൂടെ നടന്ന വയോധികയാണ് കൊല്ലപ്പെട്ടത്. ആക്രമിച്ചത് ആനയായിരുന്നു. വയനാട്ടിൽ കാപ്പിക്കുരി പറിക്കുമ്പോഴാണ് രാധ കൊല്ലപ്പെട്ടത്. കടുവ ആ പ്രദേശത്തു തന്നെ പിന്നെയും വട്ടം കറങ്ങി. ഈ വർഷം തന്നെ കടുവ ഇറങ്ങിയ സംഭവങ്ങൾ 50ഓളം വരും. 979 എന്നത് ജീവൻ പോയവരുടെ മാത്രം എണ്ണമാണ്. വന്യജീവി ആക്രമണങ്ങളിൽ ഇക്കാലത്ത് പരിക്കേറ്റത് 8728 പേർക്കാണ്. കഴിഞ്ഞ വർഷമായിരുന്നു ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് പരിക്കേറ്റത്. 1603 പേർക്കാണ് കേരളത്തിൽ 2023-24 വർഷത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ പരിക്കേറ്റത്. 2022-ൽ 1275 പേർക്കും. ഈ വർഷം ഇതുവരെ 995 പേർക്കാണ് പരിക്കേറ്റത്. ഇങ്ങനെ ഓരോ വർഷത്തെയും പരിക്കേറ്റവരുടെ എണ്ണം നോക്കിയാൽ 798, 846, 765, 699, 988, 758, 1275, 1603, 995 എന്നിങ്ങനെയാണ്. കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് മാത്രമാണ് ഈ പരിക്കേറ്റവരുടെ എണ്ണം ഒരല്പമെങ്കിലും താഴ്ന്നു നിന്നത് എന്നത് കാണാം. ഇതേ കാലയളവിൽ 4824 കാലികൾക്ക് ജീവഹാനിയുണ്ടായി. ഇത്രയേറെ മരണവും പരുക്കുമൊക്കെ ഉണ്ടായിട്ടും സർക്കാർ എത്ര രൂപ നഷ്ടപരിഹാരം നൽകുന്നുണ്ട്? നേരത്തെ കൊല്ലപ്പെടുന്നവരുടെ ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപയായിരുന്നു നഷ്ടപരിഹാരം നൽകിയിരുന്നത്. ഇപ്പോൾ അത് 10 ലക്ഷം രൂപയാക്കിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക കൂടി ചേർത്താണ് 11 ലക്ഷം രൂപ രാധയുടെ ആശ്രിതർക്ക് നൽകും എന്ന് സർക്കാർ അറിയിച്ചത്. 979 മരണങ്ങൾക്കു മാത്രം സർക്കാർ 27,21,49,000 രൂപ നഷ്ടപരിഹാരം നൽകിക്കഴിഞ്ഞു. പരിക്കേറ്റവർക്ക് 24,07,07,000 രൂപയും. കൃഷിനഷ്ടവും വസ്തുനഷ്ടവും ഉൾപ്പെടെ ആകെ 98,28,93,000 കോടി രൂപയാണ് സർക്കാർ നഷ്ടപരിഹാരം മാത്രമായി നൽകിക്കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ പ്രതിരോധത്തിനായി സർക്കാർ എത്ര രൂപ ചെലവഴിച്ചു? ആ തുക പര്യാപ്തമാണോ? സൗരോർജ്ജ വേലിക്കും ആനക്കിടങ്ങിനുമാണ് വനം വകുപ്പ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരിക്കുന്നത്. കിഫ്ബി വഴി 100 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതൊന്നും ഇതുവരെ പൂർണ്ണ പ്രവൃത്തി പഥത്തിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഈ സൗരോർജ്ജ വേലി സ്ഥാപിക്കാൻ 21,24,00,000 രൂപയും ആനക്കിടങ്ങിന് 6,50,00,000 രൂപയും മുടക്കി.
4 കോടി രൂപയുടെ സൗരോർജ്ജ വേലിയും സ്ഥാപിച്ചു. ഇങ്ങനെ ആന പ്രതിരോധ മതിൽ, കൽമതിൽ, ചുറ്റുമതിൽ, ഇരുമ്പുവേലി ഇങ്ങനെയുള്ള എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായി ആകെ മുടക്കിയത് 33,19,00,000 രൂപ മാത്രമാണ്. 6 വർഷത്തെ കണക്കാണിത്. ഒരു വർഷം ശരാശരി 5 കോടി രൂപ. അതിന്റെ 3-4 മടങ്ങാണ് ഇങ്ങനെ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരുന്നത്. പ്രതിരോധ പ്രവർത്തനത്തിന് മുടക്കുന്നതിന്റെ പല മടങ്ങ് നഷ്ടപരിഹാരം നൽകേണ്ടി വരുന്ന മറ്റൊരു മേഖലയും ഇല്ല എന്നു തന്നെ പറയാം. കേരളത്തിലെ വനാതിർത്തിയുടെ നീളം 16,846 കിലോമീറ്ററാണ്. ഈ വനം വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് ഇതിൽ 5,291 കിലോമീറ്റർ ദൂരത്തിൽ ഒരു സംരക്ഷണ സംവിധാനം ആവശ്യമില്ല. സ്വാഭാവികമായും സംരക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ്. ശേഷിക്കുന്നവയെല്ലാം 11,554 കിലോമീറ്റർ. ഇതിൽ 10,671 കിലോമീറ്ററും വനാതിർത്തി നിർണയിച്ച് ജണ്ട കെട്ടി എന്നാണ് വനം വകുപ്പ് അവകാശപ്പെടുന്നത്. ജണ്ട കെട്ടാൻ ശേഷിക്കുന്നത് 883 കിലോമീറ്റർ മാത്രമാണെന്നും രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നത് ഈ ജണ്ട കെട്ടി എന്ന് പറയപ്പെടുന്ന മേഖലകളിലൂടെയാണ്. സംരക്ഷണ പ്രവർത്തനങ്ങൾ പര്യാപ്തമല്ലാത്തതും അതല്ലെങ്കിൽ ഈ പ്രവർത്തികൾക്ക് ഗുണനിലവാരമില്ലാത്തതുമാണ് ഇതിനുള്ള കാരണം. അത് ഓരോ ആക്രമണം ഉണ്ടാകുമ്പോഴും നമുക്ക് പകൽ പോലെ വ്യക്തവുമാണ്. കാട്ടുകള്ളന്മാരെക്കാൾ കൂടുതൽ ഇപ്പോ കാട്ടു പദ്ധതികളിൽ കൊള്ള നടത്തുന്നവരാണുള്ളത്. വനാതിർത്തികളിൽ സ്ഥാപിച്ചു എന്ന് പറയുന്ന സോളാർ വേലിയും തൂക്ക് വേലിയും ഒക്കെ ആന നശിപ്പിച്ചു എന്ന ഒരൊറ്റ വാചകത്തിൽ അപ്രത്യക്ഷമാകും. ആനക്കിഴങ്ങൊക്കെ മണ്ണ് തട്ടിയിട്ട് നികത്താനുള്ള ആനകൾ ഉണ്ടെന്നാണ് വനം വകുപ്പ് രേഖകൾ തന്നെ പറയുന്നത്. നിർമ്മിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മണ്ണിളകിയ ലക്ഷണം പോലും ഇല്ലാതെ മൂടിക്കളഞ്ഞു എന്നൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. വന്യജീവി ആക്രമണം സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാർച്ച് മാസം 7-നാണ്. ഇതനുസരിച്ച് സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്ററും ഡിവിഷണൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവയ്ക്കൊക്കെ വേണ്ടി പുതിയതായി ഒരു വാഹനമോ അല്ലെങ്കിൽ വയർലെസ് സെറ്റോ പോലും നൽകിയിട്ടില്ല. നിലവിലുണ്ടായിരുന്ന ഒരു സംവിധാനത്തെ പുതിയ പേരിൽ സ്ഥാപിച്ചു എന്നതിനപ്പുറം അധികമായി ഒരു തുകയും നീക്കി വച്ചിട്ടില്ല. പോലീസ് റോന്ത് ചുറ്റുന്നത് പോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രികാല റോന്ത് ആരംഭിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ നാട്ടുകാർ ആരും ഇവരെ ഒരിടത്തും ഒരു രാത്രിയിലും കണ്ടിട്ടില്ല. വന്യജീവി ആക്രമണം നമ്മുടെ കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, ലോകമെമ്പാടും ഈ പ്രശ്നമുണ്ട്. അത് നേരിടാൻ ഇപ്പോൾ റോന്ത് ചുറ്റുന്ന വനപാലകരെ അല്ല ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. സാർവത്രികമായി ഡിജിറ്റൽ മതിലുകൾ നിർമ്മിക്കുകയാണ്. 16,000 കിലോമീറ്റർ വനാതിർത്തിയുള്ള കേരളത്തിൽ അത്രയും ദൂരത്തിൽ ഡിജിറ്റൽ മതിലുണ്ടാകണം. ഈ മതിലിന് പരിസരത്ത് ഏതു വന്യജീവി വന്നാലും ആ നിമിഷം മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം ഉണ്ടാകണം. അത്യാധുനിക ആനിമൽ അലേർട്ട് സിസ്റ്റം ലോകമെങ്ങും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിർത്തിയിലെത്തുമ്പോൾ മാത്രമല്ല, 2 കിലോമീറ്റർ പരിധിയിലെത്തുമ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകാൻ ഇതിലൂടെ കഴിയും. വനാതിർത്തിയിൽ താമസിക്കുന്നവരുടെ ഫോണുകളിലേക്കാണ് ഈ മുന്നറിയിപ്പ് എത്തേണ്ടത്. 1-2 ക്യാമറ ട്രാപ്പുകൾ കൊണ്ട് മനുഷ്യരെയും വന്യജീവികളെയും സംരക്ഷിക്കാൻ കഴിയില്ല. അതിന് 1 കിലോമീറ്റർ വനാതിർത്തിയിൽ 1 എന്ന നിലയ്ക്കെങ്കിലും സ്ഥാപിക്കേണ്ടി വരും. വനപാലകരുടെ റോന്ത് ഇല്ലാതെ തന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് സ്വന്തം ഓഫീസിലിരുന്ന് അറിയാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണ് ഈ ലോകം ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നത്. കേരളവും ഉയരേണ്ടത് ആ നിലവാരത്തിലേക്കാണ്. അതിന് പണം വേണം. പണം വേണമെങ്കിൽ കേന്ദ്രം കനിയണം. കാടിറക്കത്തിന് അതിരിടാൻ കേന്ദ്രം കനിയുമോ എന്നൊരൊറ്റ ചോദ്യത്തോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും.